ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ താല്പര്യം കാണിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിലങ്ങാട് സംഭവിക്കുന്നത്. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർ ക്യാമ്പുകളിൽ താമസിക്കുന്നു. കലക്ടർ തിരിഞ്ഞു നോക്കുന്നില്ല, അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള MLA തിരിഞ്ഞു നോക്കുന്നില്ല, ഈ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിച്ചവർ ഈ വിലങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധിക്കാൻ തീരുമാനിച്ചത്. ആ ഉപരോധിക്കുമ്പോൾ അവരെ മർദ്ദിക്കുന്നു. ഈ ഗവൺമെന്റ് പൂർണ്ണമായ പരാജയമാണ്, സകല മേഖലയിലും പരാജയമാണ്. നമസ്കാരം. വീണ്ടും ഒരു മഴക്കാലം കൂടി വന്നെത്തുമ്പോൾ കോഴിക്കോട് വടകരയ്ക്കടുത്ത വിലങ്ങാട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും തന്നെ സുഖകരമായ ഒരവസ്ഥയല്ല. ഇക്കഴിഞ്ഞ മഴക്കാലത്താണ് കുത്തിയൊലിച്ചു വന്ന ഉരുളിൽ അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായത്. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം മറ്റൊരു മഴക്കാലം തങ്ങളെ തേടിയെത്തുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങൾ എവിടെ എന്നുള്ള ചോദ്യമാണ് വിലങ്ങാട് നിവാസികൾ ചോദിക്കുന്നത്. സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരാൻ പോലും ഈ ഒരു വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എന്നും അവർ ആരോപിക്കുന്നു. ഈ കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അവർ വിലങ്ങാട് പ്രദേശത്ത് ഹർത്താൽ നടത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. എന്തുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ തങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ഷാജർ റാഫത്ത് നമ്മളോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ വിലങ്ങാട് ദുരന്തബാധിതര് ഒരു വർഷമായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം UDF-ഉം BJP-ക്ക് ഹർത്താലിനടക്കം അവിടെ ആഹ്വാനം ചെയ്തു. എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഒരു വർഷമായിട്ടും അവരെ പരിഗണിക്കാത്തത്? വിലങ്ങാട് ആരാണ് ഹർത്താൽ നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ് ഹർത്താൽ നടത്തുന്നത്? എന്താണ് കാരണം? ഈ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ താല്പര്യം കാണിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിലങ്ങാട് സംഭവിക്കുന്നത്. ഒരു വർഷമായി കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർ ക്യാമ്പുകളിൽ താമസിക്കുന്നു. കലക്ടർ തിരിഞ്ഞു നോക്കുന്നില്ല, അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള MLA തിരിഞ്ഞു നോക്കുന്നില്ല, ഈ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ ഈ ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിച്ചവർ ഈ വിലങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധിക്കാൻ തീരുമാനിച്ചത്. ആ ഉപരോധിക്കുമ്പോൾ അവിടെ പോലീസ് അവരെ അതിക്രമിക്കുകയാണ്, അവരെ മർദ്ദിക്കുന്നു. ആ മർദ്ദനം പോലീസിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിന് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഈ കലക്ടറെ വിളിച്ചു പറഞ്ഞാൽ ആ കലക്ടർ അതിന് സംവിധാനം കാണണ്ടേ? കലക്ടർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അപ്പോൾ ആ ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി, കലക്ടറുടെ ഇടപെടലിന് വേണ്ടി, അവിടുത്തെ MLA ഇടപെടലിന് വേണ്ടി, അവരെ ദുരിതത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി, ആ ദുരിതത്തിൽ നിന്ന് പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഈ ഗവൺമെന്റ് അവരെ സർവ്വതും നഷ്ടപ്പെട്ടവരവർ അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങണമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ഗവൺമെന്റ് അതേസമയം കേന്ദ്രത്തിനോടക്കം ചോദിക്കുന്നു, വയനാട് എന്താ കേരളത്തിലല്ലേ എന്ന് വെച്ച് സമരം നടത്തി കേരളത്തിലെ LDF-ന്റെ MP-മാർ അടക്കമുള്ളവർ. പക്ഷേ വിലങ്ങാട് എന്താ കേരളത്തിലല്ലേ? അതിനെക്കുറിച്ച് വരെന്താ ചിന്തിക്കാൻ? കേരളത്തിലെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗവൺമെന്റിന് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല. അവർക്ക് എന്തിനാ താല്പര്യം? ഇവിടെ ഈ താല്പര്യം അവർ കാണിക്കുന്നത് ഇവിടെ പല രീതിയിലുമുള്ള തട്ടിപ്പ് നടത്തുന്നതിനും ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾക്കുൾപ്പെടെയാണ്. ഈ തട്ടിപ്പ് നടത്താന്ന് പറഞ്ഞാൽ ദേശീയപാത പോലും ആദ്യം എന്താ അവർ പറഞ്ഞത്? റീലിറക്കിയിരുന്നു. എന്താ റീലിറക്കിയിരുന്നത്? ഞങ്ങളുടെ സംഭാവന, ഞങ്ങളുടെ വികസന പ്രവർത്തനമാണ് ദേശീയപാത എന്നാ പറഞ്ഞത്. ഇപ്പം ദേശീയപാത പൊട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കേന്ദ്രമാണെന്നാ പറയുന്നത്. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ, ഈ ഗവൺമെന്റ് പൂർണ്ണമായ പരാജയമാണ്, സകല മേഖലയിലും പരാജയമാണ്. ഈ ഗവൺമെന്റിന് ജനക്ഷേമ പ്രവർത്തനങ്ങളല്ല, ആ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ കാലഘട്ടങ്ങളിലും മുൻപന്തിയിൽ ജനങ്ങളോടൊപ്പം നിന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഇപ്പൊ അത്തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള ഒരു ഹർത്താലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തീർച്ചയായും അത് പ്രാദേശികമായിട്ടാണ്. അടുത്ത ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം ഉന്നയിച്ച് ഇത് ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് അതിനുള്ള വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. വയനാട് എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷ MP-മാർ കേന്ദ്രത്തിലടക്കം പോയി സമരം നടത്തിയ ഒരു നാടാണിത്. എന്നാൽ വിലങ്ങാട് പ്രദേശത്തുകാർ ചോദിക്കുന്നത് വിലങ്ങാട് എന്താ കേരളത്തിലല്ലേ എന്നുള്ളതാണ്.
ഒരു വർഷത്തിനിപ്പുറം സർക്കാർ സംവിധാനങ്ങളുടെയും മന്ത്രിമാരുടെയും എല്ലാം ഉറപ്പുകൾ കേവലം ഉറപ്പുകളായി കടലാസ് കെട്ടുകളിൽ മാത്രം വിശ്രമിക്കുമ്പോൾ തങ്ങൾ ഇനി ആരുടെ മുന്നിലാണ് കൈകൂപ്പേണ്ടതെന്ന ചോദ്യമാണ് ആ പ്രദേശത്തുകാർ ചോദിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെടണം. ഈ ഒരു മഴക്കാലത്ത് എങ്കിലും അവർക്ക് സമാധാനപരമായി കഴിയുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസും UDF-ഉം എല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.